നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രാകേഷ് കെയർ. ആദ്യം പ്രധാന വാർത്തകൾ. ഒറ്റപ്പാലം ലക്കിടിയിൽ ടിപ്പർ ലോറി സ്കൂട്ടറിലിടിച്ച് അമ്മയ്ക്കും മകൾക്കും ദാരുണാന്ത്യം. ഭർത്താവിന്റെ വീട്ടിലേക്കുള്ള യാത്രക്കിടയിലാണ് തിരുവല്ലോമല സ്വദേശി ശരണ്യയെയും മകൾ ആദിശ്രീയെയും മരണം കവർന്നത്. ഒരേ ദിശയിൽ വന്ന ടിപ്പറിടിച്ച് റോഡിലേക്ക് തെറിച്ചു വീണ ഇവരുടെ ദേഹത്തുകൂടി ലോറി കയറിയിറങ്ങുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ബന്ധു മോഹൻദാസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെന്ന പരാതിയിൽ വടക്കാഞ്ചേരി പോലീസ് കേസെടുത്തു. എങ്കക്കാട് സ്വദേശി അനിലയുടെ പരാതിയിൽ ഫിദ എന്ന യുവതിക്കെതിരെയാണ് പോലീസ് നടപടി സ്വീകരിച്ചത്. അയർലൻഡിൽ ഹെൽത്ത് കെയർ ജോലി വാഗ്ദാനം ചെയ്ത് സെന്റണിയൽ മൈഗ്രേഷൻ ഏജൻസി ദുബായ് എന്ന സ്ഥാപനത്തിന്റെ പേരിൽ അനിലയിൽ നിന്ന് 2,68,185 രൂപ പ്രതി കൈക്കലാക്കുകയായിരുന്നു. ജോലിയോ പണമോ ലഭിക്കാതെ വഞ്ചിക്കപ്പെട്ടതോടെയാണ് അനില പോലീസിനെ സമീപിച്ചത്. ആയുർവേദത്തിന്റെ ഭഗവാൻ നെല്ലുവായി ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള കലാ സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കം. പ്രശസ്ത ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. രോഗശാന്തിക്കായി നൽകുന്ന മുക്കിടി നിവേദ്യത്തിന് പ്രസിദ്ധമായ ഈ ക്ഷേത്രം ഭാരതത്തിലെ തന്നെ അപൂർവ ധന്വന്തരി സങ്കേതങ്ങളിൽ ഒന്നാണ്. 2025 ഡിസംബർ 30 നടക്കുന്ന വിശേഷപ്പെട്ട വൈകുണ്ഠ സ്വർഗവാതിൽ ഏകാദശിക്കായി വിപുലമായ ഒരുക്കങ്ങളാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ആയുരാരോഗ്യ സൗഖ്യത്തിനായി ഭക്തർ ഏറെ ആശ്രയിക്കുന്ന നെല്ലുവായി ക്ഷേത്രം ഇപ്പോൾ ഏകാദശി മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കലാപരിപാടികളാൽ സജീവമാണ്. കോലഴി ഉമാനഗറിൽ BJPയുടെ വിജയാഹ്ലാദ പ്രകടനത്തിനിടെ CPM പ്രവർത്തകന്റെ വീടിന് നേരെ ഗുണ്ടെറിഞ്ഞു. 6 വയസ്സുകാരന് പരിക്ക്. CPM അംഗം അജിത്തിന്റെ വീടിന് നേരെ നടന്ന ആക്രമണത്തിൽ വീടിന്റെ പുറകുവശത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയുടെ കണ്ണിലേക്കാണ് സ്ഫോടക വസ്തുവിന്റെ ചില്ലുകൾ തെറിച്ചു വീണത്. BJP ആദ്യമായി പഞ്ചായത്തിൽ സീറ്റ് നേടിയതിന് പിന്നാലെയാണ് ഇത്തരം ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതെന്ന് CPM ആരോപിച്ചു. സംഭവത്തിൽ CPM പ്രതിഷേധിച്ചു. പോലീസ് അന്വേഷണം ആരംഭിച്ചു.